മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. മെയ് ഒക്കെ കഴിയാനായി. ഇനി ഇതാ നമ്മുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലെ. കുറെ കുട്ടികളും എങ്ങനെയും ഒന്ന് സ്കൂൾ തുടങ്ങിയാൽ മതി എന്നിരിക്കുന്നവരുണ്ടാവും. കാരണം വെക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫ്രണ്ട്സിനെയും സ്കൂളും ചുറ്റുപാടൊക്കെ മിസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പം നമുക്കറിയാം, നമ്മൾ ഈ ഒരു വർഷം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ SSLC തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ റിസൾട്ട് അറിഞ്ഞ സന്തോഷത്തോടെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എത്രത്തോളമാണ് അവര് വാദോരാതെ സംസാരിക്കുന്നത് അല്ലെ. കാരണം കുട്ടികളുടെ കമന്റ്സുകളും അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹാർഡ് വർക്ക് ചെയ്തതിന്റെ എത്രത്തോളം കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ടാണ് മിസ്സേ ഈ കണ്ടത് അല്ലെങ്കിൽ ഈ കിട്ടിയത് എന്ന് SSLCയിലെ റിസൾട്ട് വന്നപ്പം കുറേ മക്കൾ ഇങ്ങനെ മെസ്സേജ് അയച്ചു. അപ്പോൾ നിങ്ങളോട് മിസ്സിന് പറയാനുള്ളത് ഇത് തന്നെയാണ്. നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നോ, എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നോ, എന്നാൽ മാത്രമേ നമ്മൾ ആ പ്രതീക്ഷ റിസൾട്ട് കിട്ടുള്ളൂ. കാരണം കുറേ കുട്ടികളും വേണ്ട, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് ആ ഒരു റിസൾട്ട് അവർക്ക് കിട്ടാതെ പോയിട്ടുമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എന്താണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന റിസൾട്ട് നമുക്ക് വേണമെങ്കിൽ അതിനുവേണ്ടി നമ്മളൊരു എഫേർട്ട് ഇടണം. നിങ്ങളെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാനാണ് ഞങ്ങളും കൂടെ ഉള്ളത്. കാരണം എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു കൈ പിടി താങ്ങായിട്ട് നിൽക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു കുറവുണ്ടെങ്കിൽ അത് നികത്തി തരാനാണ് ഞങ്ങൾ ഉള്ളത്. അപ്പോൾ എല്ലാ ഫാക്കൽറ്റീസും നിങ്ങൾക്ക് സപ്പോർട്ടാണ് കട്ടയ്ക്ക്. അപ്പൊ അതിനുവേണ്ടി ഇപ്പോൾ 9ാം ക്ലാസ്സിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ സിലബസ് മാറുകയാണ്. കുറച്ചുകൂടി ടഫായിട്ട് ഇപ്പോൾ ബയോളജിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വന്നാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇതുവരെ കാണാത്ത ബയോ മോളിക്യൂൾസിന്റെ ഒക്കെ ചാപ്റ്റേഴ്സ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അത് +1 +2 ബേസ് ചെയ്തിട്ട് വരുന്ന ടോപ്പിക്കുകളൊക്കെയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള സിലബസ് ആണ്. അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ അടുത്ത കൊല്ലം വരുമ്പോൾ വീണ്ടും സിലബസ് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും 10th ടെക്സ്റ്റ് ബുക്കുകളും വരാൻ പോകുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ 10th നമുക്ക് A+ വാങ്ങാൻ പറ്റുള്ളൂ. കാരണം പെർസെൻറ്റേജ് സിസ്റ്റം ഒക്കെ മാറ്റാൻ പോവാന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ ഒരു ടഫ്നെസ് വരുന്നത് കൊണ്ട് എത്രത്തോളം നിങ്ങൾ 9th പ്രിപ്പയർ ചെയ്യുന്നു, എത്രത്തോളം നിങ്ങൾ എഫേർട്ട് ഇടുന്നു, അത് മാത്രമേ നിങ്ങൾക്ക് 10th കൂടെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാനും ഡീറ്റെയിൽ പ്ലാൻ സെറ്റ് ചെയ്ത് ലൈവ് ക്ലാസ്സുകളിലൂടെയും വീഡിയോസിലൂടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഇപ്പോൾ സിലബസ് മാറുവാണെങ്കിൽ കൂടെ പാറ്റേൺ എങ്ങനെയാണെന്നും എത്രത്തോളം മാർക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കണമെന്നോ ഒക്കെ പറഞ്ഞു തന്നെ നിങ്ങളെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് പഠിപ്പിക്കാനാണ് നമ്മുടെ നീഞ്ച ബാച്ച് ഉള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ നീഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുക. കാരണം ഈ അവസരങ്ങൾ നിങ്ങൾക്ക് ഉള്ളതാണ്. അത് നമ്മൾ ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. കാരണം പണ്ടൊക്കെ ഞങ്ങൾക്ക് ഈ അവസരങ്ങൾ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളൊക്കെ വിഷമിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾക്കിത് നിങ്ങളുടെ കൈ തുമ്പിലേക്ക് എത്തുകയാണ് അല്ലെ, വിരൽ തുമ്പിലാണ് ഇതൊക്കെ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ അവസരം മിസ്സാക്കാതെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. കാരണം നല്ലൊരു റിസൾട്ട് നിങ്ങൾ അടുത്ത വർഷത്തേക്ക് ആഗ്രഹിക്കുമ്പോൾ അത് നിങ്ങൾക്ക് നേടിക്കൊടുക്കണം, നമുക്ക് നേടിയെടുക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഞങ്ങളുമുണ്ട്. ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നീഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുക. See you there. Bye bye.